ഗഡികളെ ഞാനൊന്ന് പുതിയൊരു ലോഗോ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട്? ക്ലിക്കായ എനിക്ക് ഒരു ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇരിക്കട്ടെ, നമുക്കൊരു ലോഗോ വേണ്ടേ നമ്മുടെ ചാനലിനൊരു ഗുമ്മ് കിട്ടാൻ. ഇപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? വായോ. ഹലോ, എല്ലാവർക്കും ചിന്നുട്ടി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നേ. ഇന്നലെ നൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളിൽ എമർജൻസിയിലാണ്. അപ്പോൾ നല്ലൊരു തിരക്കുള്ള ദിവസമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ നൈറ്റ് ഡ്യൂട്ടി ഞാൻ ഫിനിഷ് ചെയ്തു. അങ്ങനെ പിള്ളേർക്ക് സ്കൂളിൽ പോയി. ഹസ്ബൻഡ് മമ്മി ഇവിടെ ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി, ഹസ്ബൻഡ് മമ്മി ഹോസ്പിറ്റലിലേക്ക് പോയേക്കുക. ഉണ്ണികളൊക്കെ സ്കൂളിൽ പോയി. അപ്പോൾ ഞാനൊരു മീൻകറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ മീൻകറി എന്താവോ എന്തോന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടി അറിയാം. സംഭവം എന്ന് വെച്ചാൽ ഒരു തട്ടിക്കൂട്ട് മീൻ കറിയാണ്. അപ്പോൾ ജസ്റ്റ് അത് എടുക്കാം, നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. എങ്ങനെയാവോ എന്തോ എന്ന് പറഞ്ഞ പോലെ ഞാൻ എടുത്തു വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും എങ്ങനെയാവും ദൈവം തമ്പുരാനും വാർത്ത അറിയുള്ളൂ. അപ്പം നമുക്കൊരു മീൻകറി കണ്ടിട്ട് വന്നാലോ? ബാബാ ബാബാ. അപ്പോൾ ഇന്നൊരു വാള മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാളമീൻ. നിങ്ങൾക്കെല്ലാവർക്കും ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടമുള്ള മീനല്ലേ ഇത്? സംഭവം എന്ന് വെച്ചാൽ നല്ല നെയ്യുള്ള വളമീൻ ആക്കണമെങ്കിൽ അടിപൊളിയാണ്. ഇച്ചിരി കുടപ്പുളിക്കിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നാളരപ്പാല വെച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ചുവന്നുള്ളി വേണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി അത് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ ഒരു ഇച്ചിരി ഒരു പേസ്റ്റ് പോലെ നമ്മുടെ മീനിലേക്ക് ചിലവരിങ്ങനെ നുറുക്കിടുന്നവരുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു കറക്കിയിട്ട് മീനിലേക്ക് ഇടാം. അപ്പം മീൻ ചട്ടിയിലാണ് കറി വയ്ക്കണം. മീൻ ചട്ടിയിൽ കറി വെച്ചൊരു പ്രത്യേക ടേസ്റ്റ് എളിയാന്ന് പറയില്ല നമ്മൾ, അതേപോലെ വായിൽ വെള്ളൂർന്ന്. അപ്പം ഞാൻ മീനിലേക്ക് മിക്സിയിൽ ഞാൻ അടിച്ച് വെച്ചിട്ടുള്ള സംഭവം അതിലേക്ക് ഇടണതാണ് കേട്ടോ. മാങ്ങയും അതുപോലെ തന്നെ ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. ഇച്ചിരി പഴുപ്പും ഇച്ചിരി പുളി ഉണ്ടായിരുന്നു മാങ്ങയ്ക്ക്. അപ്പം ഞാനത് മാങ്ങയിലിട്ട് വെക്കുകയാണെങ്കിൽ അത് കൂട്ടി തിന്നാനൊരു പ്രത്യേക ടേസ്റ്റുള്ള ഗഡികൾ അല്ലേ. നമ്മുടെ തൃശ്ശൂർക്കാർക്ക് ഇങ്ങനെ ഒരു മീൻ കറിയിലുണ്ട് എങ്ങനെ ചോറിറങ്ങല്ലേ. സത്യമാണ് കേട്ടോ. സംഭവം വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇച്ചിരി നാളികേരം വേണം. അപ്പോൾ നാളികേരം ഞാൻ ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് അതിലേക്ക് തന്നെയാണ് ഞാൻ മുളക് പൊടി. സംഭവം ഇങ്ങനെ കാണുമ്പോൾ കുറേ തോന്നും. സംഭവം ഒരു ഇച്ചിരി ചുട്ടാപ്പി പോലത്തെ ഒരു ടീസ്പൂണാണ്. അപ്പോൾ അതിൽ ഇടുമ്പോഴത്തേക്കും കുറച്ചാണ് വീഴുന്നത്. അപ്പോൾ അടുത്ത് പിടിച്ച് ക്യാമറ എടുക്കണോണ്ടാണോ എന്നറിയില്ല, നന്നായിട്ട് കാണുന്നത്. ലേശം മല്ലിപ്പൊടി ഇട്ടു ഞാൻ. നമ്മുടെ ഒരു ഉദ്ദേശത്തിന് അങ്ങോട്ട് നമ്മൾ വെക്കുന്ന പോലെ അങ്ങോട്ട് ഇടാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഞാൻ 2 ടീസ്പൂൺ ഇട്ടു. അപ്പം നേരത്തെ ലേശം കൂടി ഇട്ടേ അത് മിക്സിയിലെടുത്ത് ഒന്ന് കറക്കിയതിന് ശേഷം നമ്മൾ മാങ്ങയും നമ്മുടെ നേരത്തെ അരപ്പ് ചെറുതായിട്ട് ഇഞ്ചിയും പച്ചമുളകൊക്കെ ആക്കി വെച്ചിട്ടുള്ള ചട്ടിയിലേക്ക് നമ്മൾ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാൻ പോകണം. അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ മിക്സിയിൽ കുറച്ചുണ്ടാവും അത് ലേശം വെള്ളം കൂടി ചേർത്തിട്ട് ഈ ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഈ അരപ്പും ഈ കഷ്ണത്തിലൊക്കെ ഒന്ന് ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കുഴച്ച് കൊടുക്കണം. നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ ആക്കി വെച്ചിട്ടില്ലേ വെള്ളം, ലേശം മിക്സിയുടെ ജാറിലേക്കുള്ള അതിലുള്ള കൊഴുപ്പ്, ജസ്റ്റ് നാളികേരത്തിൻ്റെ കൊഴുപ്പ് നമുക്ക് ഈ മീനിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലൊഴിച്ച് കൊടുക്കാം. പിന്നെ വാളയുടെ തല ഇഷ്ടമുള്ളവരുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മളിതൊക്കെ മിക്സായി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ വാളക്കുട്ടപ്പൻ ഏകദേശം ഈ കോലത്തിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ എല്ലാം സെറ്റായിട്ട് ഇനി ഇത് കാച്ചിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് കാച്ചിയാൽ മതി. അപ്പം ഞാനത് ഒന്ന് പെട്ടെന്ന് വേവും വാള. അപ്പോൾ അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെച്ചേക്കാണേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉപ്പും പുളിയൊക്കെ നോക്കി ജസ്റ്റ് ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകമാണോ നോക്കിയിട്ട് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിങ്ങനെ കാച്ചാൻ വേണമല്ലോ, കാച്ചാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് വേപ്പിലെടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിയും
അതുപോലെ തന്നെ വേപ്പിലും നുറുക്കി വെക്കണം. അപ്പോൾ അതിനുള്ള സാധനങ്ങൾക്ക് വേണ്ടി ഒന്ന് ഫ്രിഡ്ജ് കാണിക്കാൻ വേണ്ടിയിട്ട് തുറന്നതാണേ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ പണ്ട് അമ്മ ഉണ്ടാക്കി തരുമ്പോൾ അമ്മയുടെ ഒരു മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. ഇപ്പോഴും എൻ്റെ കണ്ണ് നിറയും. അമ്മയില്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു വിഷമം അങ്ങോട്ട് മനസ്സിൽ തട്ടുമ്പോൾ ഒരു വികാരം ഇത് ആലോചിക്കില്ല ഞാൻ. അതൊക്കെ പോട്ടെ, നമുക്ക് വീഡിയോയിലേക്ക് വരാം. സംഭവം എന്ന് വെച്ചാൽ ഉള്ളിയും നല്ല എന്താ പറയുക ചക്കച്ചക്കാന്നുള്ള ഉള്ളി, അതുപോലെ തന്നെ വേപ്പിലയും നമുക്ക് ഇതിലേക്ക് വേണം. നല്ലോണം ഉള്ളി ഇടുന്നവരുണ്ട്, അത് നല്ല തോനെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഉണ്ട്. നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് വെക്കുക. എന്നിട്ട് അതാണ് നമുക്ക് ഈ മീൻകറി അങ്ങോട്ട് ഉപ്പും പുള്ളിയൊക്കെ പിടിച്ച് കഷ്ണത്തിലേക്ക് അങ്ങോട്ട് സെറ്റായി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് വേണം, അങ്ങോട്ട് ഇട്ടെടുത്ത് അങ്ങോട്ട് കാച്ചിക്കൊള്ളണം. അങ്ങനെ ഞാൻ എൻ്റെ വാളക്കുട്ടനൊക്കെ വെന്ത് സെറ്റായി, ഉപ്പും പുളിയൊക്കെ പിടിച്ച് സെറ്റായിട്ട് അപ്പം ഇനി കാഴ്ചാനുള്ള സെറ്റപ്പായി. അപ്പം ഞാൻ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കാച്ചിയിട്ട് ഈ ഉള്ളിയും വേപ്പിലയും അടപ്പത്തേക്ക് ഇടുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, ടേസ്റ്റൊന്നും പറയണ്ടെന്ന് പറയണ മാതിരിയുള്ള മണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഉള്ളി കാച്ചണ മണം. നിങ്ങൾ തൃശ്ശൂർക്കാരികളായിരുന്നെങ്കിലും ആരായാലും ആ ഒരു മണം നമുക്ക് പെരി കാച്ചുമ്പോഴും ഈ മീൻകറി കാച്ചുമ്പോഴൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. കണ്ട വാളൊക്കെ ഉണ്ടെന്ന് വെന്ത് സുട്ടാപ്പിയായിട്ട് കിടക്കണ കണ്ട. അങ്ങനെ ഒരു വാള സെറ്റായിട്ടാ, എല്ലാവർക്കും ഇഷ്ടമായ. അപ്പം എൻ്റെ ഒരു കുഞ്ഞു മിനി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബായ്.